എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം പ്രതിനിധി ശ്രീ റിജു കാഞ്ഞൂക്കാരനാണ്. അദ്ദേഹത്തെ വളരെയേറെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വരുന്ന 14-ാം തീയതി സിനഡ് കൂടാനിരിക്കെ അതിൻ്റെ തീരുമാനങ്ങൾ സിനഡിന് മുമ്പ് ഏതാണ്ട് 2-4 ദിവസം മുമ്പ് തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? എറണാകുളത്തെ മുഴുവൻ ഇടവകളെയും പ്രതിദാനം ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് അൽമായ മുന്നേറ്റം. അത് പ്രത്യേകിച്ച് ഒരു സംഘടനയോ ഒരു ഏജ് ബാറിലോ ഉള്ള ആളുകളല്ല. ഈ എറണാകുളം അതിരൂപത നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമായി ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ചെയ്തപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അൽമായ മുന്നേറ്റം എന്നുള്ളത്. ഈ അൽമായ മുന്നേറ്റത്തിന്റെ അതിരൂപത കോർ കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സർക്കിൾ വരുന്നത്. പക്ഷെ എന്തോ വരുന്നു ഫാദർ റാഫേൽ തട്ടിൽ വത്തിക്കാനിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സിനഡ് ജൂൺ 14-ാം തീയതി വെച്ചിരിക്കുന്നു. അപ്പൊ ജൂൺ 14-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ഇത്തരത്തിൽ സർക്കുലർ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം, അതിനെക്കുറിച്ച് മുൻകൂട്ടി തന്നെ നമ്മൾ ചർച്ചകൾ നടത്തി. നമ്മൾ അതിനു വേണ്ടി മുഴുവൻ എറണാകുളം അതിരൂപതയിലെ 16 ഫൊറോനകൾക്കും കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളിൽ നിന്ന് കമ്മിറ്റിയുടെ കൺവീനേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്ത് 16 ഫൊറോനയിലും ഇടവക പ്രതിനിധികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു കൺവെൻഷൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതനുസരിച്ച് നമ്മൾ പ്ലാനിങ് നടത്തി കാര്യങ്ങൾ പോകുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി 8-ാം തീയതി 15-ാം തീയതിയിലത്തെ ഡേറ്റ് വെച്ച് ഒരു സർക്കുലർ, ആ സർക്കുലറിൽ ലെറ്റർ ഹെഡ് ഇല്ല, സൈൻ ഇല്ല. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എറണാകുളം അതിരൂപതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ തരത്തിലൊരു സർക്കുലർ ലീക്കായി എന്ന മട്ടിൽ പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വന്ന സർക്കുലർ ലീക്കായതാണ് എന്ന് പെട്ടെന്ന് പറയുന്നു. അവരുടെ സിനഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ലീക്കായി പോയതിലുള്ള ബുദ്ധിമുട്ട് അനുസരിച്ച് അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒക്കെ നടക്കുന്നു. അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിക്കുന്നു. എന്നാൽ രാത്രി ഏറെ വൈകി, രാത്രി 11:50 അതേ സർക്കുലർ തന്നെ എറണാകുളം അതിരൂപതയുടെ ലെറ്റർ പാഡിൽ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും സൈൻ ചെയ്ത് വീണ്ടും പുറത്തു വരികയാണ്. അത് രാവിലെ അച്ഛന്മാരുടെ കൂട്ടായ്മയായ അച്ഛന്മാരുടെ ഗ്രൂപ്പിലേക്ക് ചാൻസലറാണ് ഫോർവേഡ് ചെയ്യുന്നത്. ഇത് ബോസ്കോ പിതാവിന്റെ നിർദ്ദേശാനുസരണം വൈദികരുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് പെട്ടെന്ന് അന്ന് വൈകിട്ട് തന്നെ എറണാകുളം അതിരൂപതയിലെ സെൻട്രൽ കമ്മിറ്റി, അൽമായ മുന്നേറ്റത്തിന്റെ സെൻട്രൽ കമ്മിറ്റി എറണാകുളം സെൻട്രൽ ചേർന്നു, കലൂർ സെൻട്രൽ ചേർന്നു. ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനങ്ങളാണ് ഓരോ ഇടവകയും ഏത്തരത്തിൽ ഈ സർക്കുലറോട് ആദ്യം പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം ഈ സർക്കുലറിനെ പൂർണ്ണമായി തള്ളിക്കളയുക എന്നുള്ളതാണ് ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചത്. കാരണം സിനഡ് നടക്കാൻ പോകുന്നു, സിനഡിനാണ് മുഴുവൻ അധികാരം എന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പയെ കാണാൻ പോയ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ 2 മെത്രാന്മാരുണ്ടായിരുന്നു. നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്ത് അവിടെ സംസാരിച്ച 4 അൽമായ പ്രതിനിധികളുണ്ടായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ. അവരോടൊക്കെ മാർപ്പാപ്പയും സ്റ്റേറ്റ് സെക്രട്ടറിയും വത്തിക്കാനുമായി ബന്ധപ്പെട്ടവരും പറഞ്ഞത് ഐക്യമാണ് പ്രധാനം, അതിൽ എറണാകുളം അതിരൂപതയ്ക്ക് കൂടി സ്വീകാര്യമായ ഒരു ഫോർമുല നിങ്ങൾ സംസാരിച്ച് തീരുമാനത്തിലെത്തിക്കണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ചകൾക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിൽ സർക്കുലർ വന്നപ്പോൾ തന്നെ അത് സിനഡിന്റെ എല്ലാതുകൊണ്ടും അത് വാലിഡ് അല്ല എന്നുള്ളതും അത് നിയമവിരുദ്ധമായ സർക്കുലർ ആയി എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയാനാണ് അതിനെ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ട ഭാഗമായി എറണാകുളം അതിരൂപത മുഴുവൻ ഇടവകളിലും ഈ സർക്കുലർ ഞായറാഴ്ച വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം തീയതി ഞായറാഴ്ച സർക്കുലർ വായിക്കാൻ പറഞ്ഞിരിക്കുന്ന അന്ന് തന്നെ വായിക്കാൻ മുഴുവൻ വൈദികരോടും അത് ഒരാളോടും വായിക്കരുതെന്ന് പറയുകയും വായിക്കാൻ തയ്യാറാവുന്ന ഏതെങ്കിലും പള്ളികളിൽ ഏതെങ്കിലും വൈദികർ വായിക്കാൻ തയ്യാറായാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം
ആ സർക്കുലർ നമ്മുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ അങ്കണത്തിന് മുന്നിൽ കത്തിക്കുകയോ അത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് കയറി വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുകയോ ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് ചിലർക്കെങ്കിലും സംശയം വരിക, ഇത് എല്ലായിടത്തും നടക്കുമോ എന്നുള്ളത്. അതിലേക്കാണ് ഞാൻ വരിക. എറണാകുളം അതിരൂപതയിലെ 90% പള്ളികളിലും അൽമായ മുന്നേറ്റത്തിന് വ്യക്തമായ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. അതായത് അൽമായ മുന്നേറ്റത്തിന്റെ പ്രവർത്തകർ വിചാരിച്ചാൽ കത്തിക്കാൻ സാധിക്കുന്ന ഇടവുകളും പ്രതിഷേധിക്കാൻ സാധിക്കുന്ന ഇടവുകളുമാണ്. അന്ന് ബാക്കി വരുന്ന ഒരു 10% പള്ളികൾ, ഈ 328 പള്ളികളാണുള്ളത്. അതിൽ 10-30 പള്ളികളിൽ എറണാകുളം ടൗണുമായി ബന്ധപ്പെട്ട പള്ളികളാണ് പ്രധാനപ്പെട്ടത്. അതിന്റെ പ്രത്യേകത മറ്റു രൂപതകളിൽ നിന്ന് ഇവിടെ വന്ന് വാടകയ്ക്കും അല്ലാതെയും താമസമായ ഒരു വലിയ ജനവിഭാഗം ഈ ഇടവകളിലൊക്കെ ഇടവക്കാരായിട്ട് അംഗങ്ങളായിട്ടുണ്ട്. അതായത് ഏകദേശം ചില ഇടവകൾ 40%, 50% വരെ ഇടവകളായിട്ടുള്ള ഇടവകങ്ങൾ മറ്റു രൂപതക്കാരാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എതിർപ്പുണ്ടായാൽ എന്ത് ചെയ്യണം? ഞങ്ങൾ അതിനും പറഞ്ഞിട്ടുണ്ട്, ഇനി എതിർപ്പുണ്ടായാലും അവരവിടെ എതിർത്തോട്ടെ. നമ്മളുടെ കൂടെ നിൽക്കുന്ന അൽമായ മുന്നേറ്റത്തിന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ, അത് 10 പേരുണ്ടെങ്കിൽ 10 പേർ, അവരുടെ പ്രതിഷേധം അത് കത്തിക്കാൻ പറ്റിയ കത്തിക്കുക, അല്ലെങ്കിൽ കയറി അതിന്റെ കോപ്പി എടുത്ത് കയറി വേസ്റ്റ് ബോക്സിൽ ഇട്ടാലും അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. അവർ കത്തിക്കാൻ കൂടെ നിൽക്കേണ്ടതില്ല. അവർക്ക് അവർ വിയോജിപ്പുണ്ടെങ്കിൽ അത് പങ്കെടുക്കേണ്ട. അതാണ് നമ്മുടെ നിലപാട്. പക്ഷേ എങ്കിൽ പോലും ടൗണിൽ തന്നെയുള്ള ഇപ്പൊ തേവര, എളംകുളം, കടവന്തറ, ഇവിടെയൊക്കെ തന്നെ മറ്റ് രൂപതക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന ഇടവക ജനങ്ങളുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെയൊക്കെ തന്നെ എന്തായാലും സർക്കുലർ കത്തിക്കുക തന്നെ ചെയ്യും. അപ്പോ ബസിലിക്ക അടക്കം, ബസിലിക്ക എറണാകുളം അടഞ്ഞു കിടക്കുന്ന ബസിലിക്ക ഇപ്പൊ തുറന്നു കിടക്കുന്ന കുർബാനയില്ല, ബസിലിക്ക അടക്കമുള്ള എറണാകുളത്തെ മുഴുവൻ പള്ളികളിലും തന്നെ ഈ സർക്കുലർ കത്തിച്ചുകൊണ്ട് വിശ്വാസികൾ ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും. പിന്നെ ഈ പള്ളികളിൽ വായിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ന്യൂട്രൽ സ്റ്റാൻഡുള്ള കുറെ വൈദികരൊക്കെ വായിക്കാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള വൈദികരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും അവരോട് നേരിട്ട് ചെന്ന് കണ്ട് ഇത് വായിക്കരുതെന്ന് പറയാനും എന്നാലും ഞാൻ വായിക്കുമെന്ന് നിലപാടെടുക്കുന്ന വൈദികരോട് ഞങ്ങളത് പള്ളി അകത്ത് വെച്ച് തന്നെ തടയുമെന്നും ബോധിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംഘർഷം ഉണ്ടാക്കാനല്ല, എറണാകുളം അതിരൂപതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ടും എറണാകുളം അതിരൂപത അത് അതിജീവിക്കേണ്ടതിന് ആവശ്യകത ഉള്ളതുകൊണ്ടും എറണാകുളം രൂപതയെ നിലനിൽക്കേണ്ടതിന് ആവശ്യമുള്ളത് കൊണ്ടും ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ സർക്കുലറിനെ കുറിച്ച് അൽമായ മുന്നേറ്റം ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ 12-ാം തീയതിയിലെ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വന്നു. ഈ വന്ന സർക്കുലർ വ്യാജമാണെന്നും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പിൻ്റെ സീലും ഒപ്പും വ്യാജമാണെന്നൊക്കെ ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഇന്നലെ രാവിലെ, അത് മിനിയാന്ന് 8-ാം തീയതി കഴിഞ്ഞു, 9-ാം തീയതി കഴിഞ്ഞു. അപ്പൊ 8-ാം തീയതി സർക്കുലർ ഇറങ്ങി, 9-ാം തീയതി സർക്കുലർ പാതിരാത്രി 10-ാം തീയതി രാവിലെ വീണ്ടും സർക്കുലർ ഇറങ്ങി. ഇന്നലെ അതായത് 12-ാം തീയതി രാവിലെ വീണ്ടും ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതി ഇറങ്ങിയ സർക്കുലറാണോ ഈ 12-ാം തീയതി ഇറങ്ങിയ സർക്കുലറാണോ വ്യാജം എന്ന് പറഞ്ഞു തന്നതിനെ കുറിച്ചൊരു കൃത്യത ഇപ്പോഴും പൊതുസമൂഹത്തിനില്ല, മാധ്യമങ്ങൾക്ക് പോലും ഇല്ല. കാരണം ഇന്ന് മാധ്യമങ്ങളൊക്കെ ആ റിപ്പോർട്ട് ചെയ്തത് ആ സീറോ മലബാർ സഭയുടെ കാര്യാലയത്തിൽ നിന്ന്, സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് PR ഇറക്കിയ ലെറ്റർ വെച്ചിട്ടാണ്. ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലർ അത് വ്യാജമാണെന്നും അത് അതിന് പങ്കുകാരായവരെ കണ്ടെത്താൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ 2 സർക്കുലറും, ഈ പറയുന്ന 3 സർക്കുലറും ഈ കുർബാനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇത് 3 വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കാൻ സിനഡ് തയ്യാറായാൽ ഞങ്ങൾ വളരെ സന്തോഷം. അത് പിൻവലിക്കാൻ തയ്യാറായ സന്തോഷം തന്നെയാണ്. പക്ഷേ നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നം, ഈ സർക്കുലർ നിലനിൽക്കുന്നു, നാളെ സിനഡ് നടക്കുന്നു, സിനഡിന് ശേഷം ഇതിലും കൂടുതലായി എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധ പരിപാടികളും ഞങ്ങളുടെ ഫൊറോന മീറ്റിങ്ങുകളും ഞങ്ങളുടെ ഇടവകളെ സജ്ജമാക്കുന്ന കാര്യങ്ങളും അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ സർക്കുലർ ലീക്ക് ആയതിനെ കുറിച്ച് വളരെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സർക്കുലർ
ഇത്തരത്തിൽ റെഡിയാക്കുന്നു. ഈ സർക്കുലർ ഇത്തരത്തിൽ സിനഡിൽ വെച്ചാൽ അത് ഏകാഭിപ്രായത്തോടെ പാസ്സാക്കാൻ സാധിക്കില്ല. കാരണം സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു എക്സ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഒരു ഇത്രയും 450 വൈദികർ കുർബാന ചെല്ലുന്ന ഇനിയും ജനാമ കുർബാന മാത്രമേ ചെല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ ഒന്നിച്ച് പുറത്താക്കുമെന്ന് പറയുന്നു. അവരോട് സഹകരിക്കുന്ന 6 ലക്ഷം വിശ്വാസികളെ പുറത്താക്കുമെന്നൊക്കെ പറയുന്നു. അതൊന്നും സഭയുടെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. സഭകൾ പിളർന്നു മാറുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. വത്തിക്കാനിൽ വെച്ച് മാർ റാഫേൽ തട്ടിൽ നൽകിയ വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, എറണാകുളം അങ്കമാലി അതിരൂപത സിയോ മലബാർ സഭ സിനഡ് അംഗീകരിച്ച അതേ കുർബാനക്രമം തന്നെയാണ് പിന്തുടരുന്നത്. ആ കുർബാനക്രമം തന്നെയാണ് എല്ലാ രൂപതകളും പിന്തുടരുന്നത്. പക്ഷേ എറണാകുളം അതിരൂപതയിൽ അതിന്റെ റൂബ്രിക്സുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലവിലുണ്ട്. അത് വളരെ നിസ്സാരമായ പ്രശ്നമാണെന്നും അത് ഇവിടെ ചർച്ച ചെയ്ത് ഇവർക്ക് ഏവർക്കും രമ്യമായ പരിഹരിക്കാവുന്ന രീതിയിൽ പരിഹരിക്കുമെന്നാണ്. എന്നാൽ ഈ ചർച്ചകൾ നടന്നിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം ചുമതല ഏറ്റിട്ട് ഇന്നേ വരെ ഒഫീഷ്യലായി വൈദികരായോ അൽമായരായോ അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയും എന്ന് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇവരിൽ നിന്ന് ഒരു നീതി പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം എറണാകുളം അതിരൂപതയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം അതിരൂപത കഴിഞ്ഞ 6 വർഷമായി ഈ സിനഡിനോട് നിരന്തരമായ നീതിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചുകൊണ്ട് എറണാകുളം അതിരൂപതയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എറണാകുളം അതിരൂപതയുടെ ഇടവകളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിശ്വാസികളുടെ നിലപാട്, ഇടവക പാരിഷ് കൗൺസിലുകളുടെ പ്രമേയങ്ങൾ, വൈദികരുടെ നിലപാട്, ഇതൊക്കെ പലവട്ടം 100 കണക്കിന് നിവേദനങ്ങൾ, 100 കണക്കിന് പരാതികൾ, ഇതൊക്കെ നമ്മൾ സിനഡിനും വത്തിക്കാനും മോറൽ കോൺഗ്രസിനും പലവട്ടം നൽകി കഴിഞ്ഞു. ഒരിക്കൽ പോലും എറണാകുളം അതിരൂപതയുടെ മനസ്സറിഞ്ഞ് എന്നാൽ അതുകൂടി കേട്ട് അവർക്കൂടി സ്വീകാര്യമായ ഒരു രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് കരുതി സിനഡ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സിനഡ് ഈ സ്റ്റെപ്പ് മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഭാവിയിലും എറണാകുളം അതിരൂപതയിലെ പ്രശ്നം തീർക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. എറണാകുളം അതിരൂപതയെ തന്നെ തകർക്കുക എന്നുള്ളതാണ് സിനഡിന്റെ ലക്ഷ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങളെ ഒന്നുമെങ്കിൽ എറണാകുളം അതിരൂപതയെ ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി മാറ്റി പ്രശ്നം അവസാനിപ്പിക്കുക. അത് വളരെ സിമ്പിളായി നടക്കുന്ന കാര്യമാണ്. കാരണം സീറോ മലബാർ സഭയിൽ തന്നെ കോട്ടയം രൂപത കനാനായ രൂപതയാണ്. അവർക്ക് സ്വതന്ത്രമായി എൻറ്റിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ ആരാധന ക്രമങ്ങളിൽ വ്യത്യാസമുണ്ട്. അവർ സീറോ മലബാർ സഭ സിനഡിന്റെ ഭാഗമാണ്. അവിടുത്തെ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സിനഡിന്റെ പെർമനന്റ് സിനഡ് അംഗമാണ്. യാക്കോബായ സഭയിൽ നിന്ന് കാനായ സമൂഹത്തിൽ നിന്ന് തന്നെ കോട്ടയം രൂപതയിലേക്ക് ചേർന്ന 1056 വീട്ടുകാർ, ആ 1056 വീട്ടുകാർക്ക് വേണ്ടി മാത്രമായി വേറൊരു ടെക്സ്റ്റ് കുർബാനക്രമം കോട്ടയം രൂപതയിൽ നിലവിലുണ്ട്. അത് മാർപ്പാപ്പ അംഗീകരിച്ച് സിനഡ് അംഗീകരിച്ച് ലിറ്റർജിക്കൽ വേരിയന്റായി അംഗീകരിച്ച് ഫോളോ ചെയ്യുന്നതാണ്. വെറും 1056 വീട്ടുകാർക്ക് വേണ്ടി. അത് 16 ഇടവകളിലായിട്ടാണ് അവർ പ്രവർത്തിക്കുക. അവർക്ക് വേണ്ടി മാത്രമായിട്ട് മാർ അപ്രൈൽ എന്ന് പറഞ്ഞ് ഒരു മലങ്കര സഭയിലെ അംഗത്തെ സീറോ മലബാർ സഭയുടെ ഒരു മെത്രാനായി അവരോധിച്ചിട്ടുണ്ട്. ഈ 1000 പേർക്ക് വേണ്ടി 1000 വീട്ടുകാർക്ക് വേണ്ടി മെത്രാനെയും കൊടുത്തിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ രൂപത, 6 ലക്ഷം വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന രൂപത, 470ഓളം വൈദികർ ഉൾക്കൊള്ളുന്ന രൂപത, സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത. ഈ രൂപതയുടെ ഒരു പ്രശ്നത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് രമ്യമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സിനഡിന് വളരെ നിസ്സാരമായി സാധിക്കും എന്നിരിക്കെ അതിന് ശ്രമിക്കാതെ ഇവിടെ കലാപം സൃഷ്ടിക്കാനാണ് സഭയിലെ സീറോ മലബാർ സഭയെ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയാം, ഒരു കോക്കസ് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വേരിയന്റ് ആവശ്യപ്പെട്ടത്. അതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ വൈദികരോടാണ്. കാനോൻ നിയമ പണ്ഡിതരായ വൈദികരോട് പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകമെങ്ങുമുള്ള നിരവധി സഭകൾ രൂപം കൊണ്ടത് പല ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ്. അല്ലാണ്ട് കർത്താവ് ആയിരക്കണക്കിന് സഭകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. സീറോ മലബാർ സഭ പോലെ തന്നെ മലങ്കര സഭയും ലത്തീൻ സഭയും അങ്ങനെ 23ഓളം സ്വതന്ത്ര സഭകൾ വേറെ, ഇതൊക്കെ പല ഘട്ടങ്ങളായി പിരിഞ്ഞു തന്നെയാണ് സഭകൾ രൂപപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ അപ്പസ്റ്റോളിക് ഡെലിഗേറ്റായി ഇവിടെ വന്നിട്ടുള്ള സിറിൽ വാസിൽ, അദ്ദേഹം തന്നെ ഇപ്പോൾ അടുത്ത രൂപതയിൽ നിന്ന് അവരുടെ പഴയ സഭയിൽ നിന്ന് പിരിഞ്ഞ് പുതിയൊരു സഭയുണ്ടാക്കി അതിന്റെ മെത്രാനാണ്.
അപ്പൊ അത്തരത്തിൽ പല ഘട്ടങ്ങളിൽ സഭയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില സത്തകൾ ഉൾക്കൊണ്ടാൻ വേണ്ടി തന്നെയാണ് സഭകൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ, ഇന്നോ നാളെയോ നടത്തിയിട്ടായിരിക്കും, കുറച്ച് കാലം കഴിഞ്ഞിട്ടായാലും എറണാകുളം അതിരൂപത ഈ സിനഡിന് നീതി ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എറണാകുളം അതിരൂപത സ്വന്തമായ ഒരു എൻറ്റിറ്റിക്ക് വേണ്ടി ശ്രമിക്കണമെന്നും ഒരു മെത്രാപോലിത്തൻ സഭയായി മാർപ്പാപ്പ നേരിട്ടാണ് ഈ സഭ ഭരിക്കുന്നത് എന്നാണ് റാഫേൽ തട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ വേളയിൽ പറഞ്ഞത്. എനിക്ക് ഇവിടെ റോളില്ല, ഇവിടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും അപ്പസ്റ്റോലിക് ഡെലിഗേറ്റും ഉൾപ്പെടുന്ന മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് എറണാകുളം അതിരൂപത ഉള്ളത്. ഞങ്ങൾ സിനഡൽ കമ്മീഷനുമായി നടത്തിയ ചർച്ചയിൽ എറണാകുളം അതിരൂപതയ്ക്ക് മെത്രാന്മാരുണ്ടാകുമോ, ഞങ്ങളുടെ രൂപതയിൽ നിന്നുള്ള വൈദികരിൽ നിന്ന് മെത്രാന്മാരുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത മെത്രാന്മാരും പറഞ്ഞത് എറണാകുളം അതിരൂപതയ്ക്ക് അത്തരത്തിലൊരു മെത്രാന്മാരെ നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ വത്തിക്കാൻ പറഞ്ഞത് ഇപ്പോൾ എറണാകുളം അതിരൂപത വത്തിക്കാൻ നേരിട്ട ഭരണത്തിന് കീഴിലാണ്, അതുകൊണ്ട് ഇപ്പോൾ സിനഡ് അതിന് ഇടപെടേണ്ടതാണ്, ഇടപെടേണ്ടതില്ല എന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. സിനഡ് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയും വത്തിക്കാൻ നേരിട്ട് എറണാകുളം അതിരൂപതയുടെ കാര്യങ്ങൾ നടത്തുകയും എറണാകുളം അതിരൂപതയുടെ നിലപാട് വത്തിക്കാൻ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ എറണാകുളം അതിരൂപതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പിന്നെ ഒരു മെത്രാൻ ഇല്ല എന്നുള്ളത് എറണാകുളം അതിരൂപതയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. കഴിഞ്ഞ 6 വർഷക്കാലം ഇവിടെ ഒരു മെത്രാനില്ല. 2018 മുതൽ മെത്രാനില്ല എന്ന് കൂടി പറയും. താൽക്കാലികമായി ആരെങ്കിലും ചുമതലപ്പെടുത്തുമ്പോൾ അവർക്കൊന്നും പ്രവർത്തിക്കാൻ അവസരം മുഴുവൻ ഉണ്ടാവാറില്ല. ഇവിടുത്തെ വൈദികർ എല്ലാ പ്രവർത്തനങ്ങളും, ഇടവകളും, സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലുകളും ഒക്കെ വളരെ ഭംഗിയായി, ഏറ്റവും ലാഭകരമായി, അല്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായി, കേരളത്തിനും പൊതുസമൂഹത്തിനും ഏറ്റവും മാതൃകാപരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വൈദിക സമൂഹം എറണാകുളം അതിരൂപതയിലുണ്ട്. അതുകൊണ്ട് തന്നെ മെത്രാൻ ഇല്ല എന്നുള്ളതുകൊണ്ട് എറണാകുളം അതിരൂപതയ്ക്ക് യാതൊരു പ്രശ്നവും ഇതേവരെ നേരിട്ടു വന്നിട്ടില്ല. ഇനി ഈ സ്വതന്ത്ര സഭയാകാൻ സമയം പിടിക്കും. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസിൽ, പ്രശ്നങ്ങളിൽ സഭയുടെ സ്വത്തുക്കൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ, ഇത് ഒരു പ്രശ്നമായി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം അതാണ്. അതില് ഇവർ ക്ലെയിം ചെയ്താൽ, ഈ സിനഡ് അത് ക്ലെയിം ചെയ്താൽ, ഞങ്ങൾ പറയും ഇവർക്ക് ഈ കുർബാനയോ അല്ല പ്രശ്നം, ഈ ആരാധന ക്രമവും അല്ല പ്രശ്നം, എറണാകുളം അതിരൂപതയുടെ സ്വത്താണ് പ്രശ്നം. എറണാകുളം അതിരൂപതയുടെ കണക്കില്ലാത്ത സമ്പത്താണ് ഈ സിനഡിന്റെ ലക്ഷ്യം. അല്ലാണ്ട് ഇവിടുത്തെ കുർബാന നടപ്പാക്കണമെന്നുള്ളതോ ഇവിടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതോ ഒന്നുമല്ല ഈ സിനഡിന്റെ ലക്ഷ്യം. എറണാകുളം അതിരൂപതയ്ക്ക് എറണാകുളം ടൗൺ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഭൂഭാഗം എറണാകുളം ടൗണുമായി ബന്ധപ്പെടുന്നത്. അവിടെ 100-ലധികം ഏക്കർ സ്ഥലമാണ് ചെറുമലബാർ സഭയുടെ സ്വന്തമായിട്ടുള്ളത്. 100 കണക്കിന് സ്ഥാപനങ്ങളാണ് എറണാകുളം അതിരൂപതയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. എത്രായിരം കോടി രൂപയുടെ സമ്പത്ത് എറണാകുളം അതിരൂപതയ്ക്ക് ഉണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോ അതാണ് സിനഡിന്റെ നോട്ടമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ തള്ളി വെളിച്ചത്തും വരും, അവരുടെ വെള്ളി വെളിച്ചത്തും വരും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് ഇവരുടെ നോട്ടമെങ്കിൽ ഇവരത് പറയട്ടെ. അപ്പോൾ അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. എറണാകുളം അതിരൂപതയുടെ ഒരു പള്ളിയും പിടിച്ചെടുക്കാൻ പുറമേ നിന്ന് ഒരു വൈദികനോ ഒരു വർത്തനായ വ്യക്തിയോ കടന്നു വന്നാൽ അവരെ നേരിടാനും അവരെ പ്രതിരോധിക്കാനും ചങ്കൂറ്റമുള്ള വിശ്വാസ സമൂഹം സിറോ മലബാർ സഭയിലുണ്ട്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. ജൂലൈ 4 ശേഷവും ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണെങ്കിൽ ജൂലൈ 4 തീയതിക്ക് ശേഷം നടക്കുന്ന വിവാഹങ്ങളും മറ്റ് കർമ്മങ്ങളും അസാധുവായിരിക്കും എന്നാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. ഈ ജൂലൈ 4 ശേഷം ഒത്തിരിയേറെ വിവാഹങ്ങൾ നടക്കാനുള്ളതാണ്. അവരൊക്കെ ഒത്തിരിയേറെ മാനസിക സംഘർഷത്തിലാണ്, ആശങ്കയിലാണ് ഇതിനെ എങ്ങനെ നേരിടുമെന്നുള്ളതിന്. ഈ ഒരു പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളോട് സംസാരിച്ചത് തന്നെയാണ്. കഴിഞ്ഞ 60 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപത തുടരുക, 2-ാം വത്തിക്കാൻ സോളോസിറ്റി തുടരുന്ന ആരാധനക്രമം കേരളം എങ്ങും മാതൃകയാവുന്ന ആ ആരാധനക്രമം തന്നെയാണ് മറ്റു രൂപതകളിലും തുടർന്നുകൊണ്ടിരുന്നത്. ഫാദർ ആബേൽ CMIയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കുർബാനയും പാട്ടുകളുമാണ് കേരളം എങ്ങും സിറോ മലബാർ സഭ ഉപയോഗിച്ചിരുന്നത്. ആ കുർബാനക്രമം
ആ ആരാധനക്രമം, ആ കുദാശകൾ, ആ ആചാരങ്ങൾ ഇന്നലെ വരെ ചെയ്തിരുന്ന വൈദികർ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ജൂലൈ 2 വരെ അത് സാധുവാണ് എന്ന് പറയുന്നു. അതേ ആരാധനക്രമം ജൂലൈ 3 അസാധു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അസാധുവാകുന്നു, എന്തുകൊണ്ട് അസാധുവാകുന്നു, എന്തുകൊണ്ട് അതിന് വാലിഡിറ്റി ഇല്ലാതാകുന്നു എന്ന് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഈ സഭാ നേതൃത്വത്തിനാണ്. ഈ സഭാ നേതൃത്വം അത് ചെയ്തിട്ടുണ്ടോ ഇല്ല, അത് ചെയ്യാത്തടത്തോളം കാലം ജൂലൈ 3 കഴിഞ്ഞാൽ ജൂലൈ 4 ആ ശുശ്രൂഷകൾ നടന്നു തന്നെ പോകും. ഇവിടുത്തെ കുർബാനകളും ഇവിടുത്തെ ആചാരങ്ങളും ഒക്കെ നടക്കും. പിന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നം, എറണാകുളം അതിരൂപതയുടെ പള്ളികളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിവാഹം നടക്കുമ്പോൾ ഇത് ബാധിക്കുന്നില്ല. കാരണം ഇവിടുത്തെ അച്ഛന്മാർ പരസ്പരം കുറി കൊടുക്കുന്നതിനും അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഏതൊരു വ്യക്തിക്കും കുറി കൊടുക്കാൻ എറണാകുളം അതിരൂപതി പുറത്തുനിന്ന് കല്യാണത്തിന് കുറി കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആ വ്യക്തി ഇപ്പൊ ഒരു കോടതിയിൽ ഒരു പേപ്പർ കൊടുത്താൽ കിട്ടും. പക്ഷെ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നില്ല. ഒരു കോടതി വഴിയൊക്കെ നടത്തി കേസ് കാരണം ഏതൊരു കോടതിയിലും ചെന്നിട്ട് എറണാകുളം അതിരൂപതിക്ക് കല്യാണം നടത്താൻ വേണ്ടി കോടതി കേസ് തരുന്നില്ല. അവിടെ കുർബാന പ്രശ്നമുണ്ട്. കുർബാന പ്രശ്നമൊന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കല്യാണത്തിനെ ബാധിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഒരു കാരണമേ അല്ല. എനിക്കൊരു കസ്റ്റമർ റൈറ്റ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ പൗരനാണെങ്കിൽ എന്റെ അവകാശമുണ്ട്, എന്റെ ഇടവക എനിക്ക് അതിന് അധികാരം തരണം. പിന്നെ ഇത്തരത്തിലൊരു ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതായത് നിങ്ങളുടെ കല്യാണം അസാധുവാകും, കല്യാണങ്ങളെല്ലാം സാധുവാകുന്നത് പണ്ടാണ് പള്ളിയിൽ വെച്ച്. ഇപ്പൊ എല്ലാ കല്യാണം സാധുവാകുന്നത് കല്യാണത്തിന് ശേഷം രജിസ്റ്റർ മാരേജ് തന്നെയാണ്. അപ്പോ വിശ്വാസികൾ അത്തരത്തിലൊരു ടെൻഷൻ എടുക്കാൻ തയ്യാറായാൽ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ 1-2 ആഴ്ചകളിലേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. പിന്നെ എറണാകുളം അതിരൂപതയിലെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിൽ ഫ്രീസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അത് എറണാകുളം അതിരൂപതയിലെ വൈദികരെ വിഘടിക്കാം അല്ലെങ്കിൽ അവരെ സ്പ്ലിറ്റ് ചെയ്യിക്കാം എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഈ സർക്കുലറിന് പിറകിൽ എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അല്ലാതെ കഴിഞ്ഞ 5 വർഷമായി 6 വർഷമായി ഇവരെല്ലാ ഘട്ടത്തിലും ശ്രമിച്ചത് എറണാകുളം അതിരൂപതയിലെ വൈദികരെ സ്പ്ലിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ വൈദികരെയും വിശ്വാസികളെയും തമ്മിലടുപ്പിക്കുക. ഈ തരത്തിലൊരു ഇഷ്യൂ ഇടവക തലത്തിൽ ഫോം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കുർബാന അസാധുവായതുകൊണ്ട് വിവാഹം അസാധുവാകുന്നു, കുംഭസാരം അസാധുവാകുന്നു, കുർബാന അസാധുവാകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാസികളിൽ ഒത്തപ്പുണ്ടാക്കി വിശ്വാസികളെയും വൈദികരെയും തമ്മിൽ തെറ്റിക്കാൻ ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ കൺവെൻഷനുകൾ വിളിച്ചു ചേർന്നിട്ടുള്ളത്. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു വൈദികനെയും പുറത്താക്കാൻ സിറോ മലബാർ സഭ സിനഡിന് സാധിക്കില്ല. കാനൻ ലോ പ്രകാരം അതിന് സാധിക്കില്ല എന്ന് കാനൻ ലോ വിദഗ്ധരായ വൈദികരുമായി കൃത്യമായി സംസാരിച്ചും ഇവിടുത്തെ നിയമ പണ്ഡിതരുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും ഞങ്ങൾ കണക്ക് കൂട്ടി തന്നെയാണ് ജൂലൈ 3 കഴിഞ്ഞ് ജൂലൈ 4 അതേ പോലെ തന്നെ ജൂലൈ 3 പോലെ തന്നെ ജൂലൈ 4 കടന്നു പോകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. ആർച്ച് ബിഷപ്പ് കോടതിയിൽ കൊടുത്ത അഫിഡവേറ്റിൻ്റെ പേരിൽ ഏതാണ്ട് 3-4 പള്ളികൾ കോടതി പൂട്ടിച്ചു. അതിൽ തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി ഉൾപ്പെടും. സെൻറ് മേരീസ് ബസിലിക്ക ഏതാണ്ട് 2 വർഷത്തോളം പൂട്ടിയിട്ടിരുന്നു. ഇപ്പോൾ എന്തായാലും അത് തുറന്നിട്ടുണ്ട്. പക്ഷേ കുർബാനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ പൂട്ടിക്കിടന്നതും തുറന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനിയും കൂടുതൽ പള്ളികൾ പൂട്ടിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഞാൻ മനസ്സിലാക്കുന്നത് 48ഓളം പള്ളികൾക്കെതിരെ നിലവിൽ കേസുണ്ട്. 328 പള്ളികളിൽ 48ഓളം പള്ളികൾക്കെതിരെ കേസും. ഈ 48 കേസുകളിൽ തന്നെ 3 പള്ളികളിലാണ് ഇഞ്ചക്ഷൻ നിലവിലുള്ളത്. ബസിലിക്ക പള്ളിയിൽ കേസുമായി ബന്ധപ്പെട്ടല്ല കുർബാന ഇല്ലാതെ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കുർബാന നിർത്തിവെച്ചിരിക്കുന്നതാണ്. ഈ ബാക്കി 48 പള്ളി മൊത്തമുള്ള ഈ 48 പള്ളികളിലും മാർ റാഫേൽ തട്ടിലിന്റെ അഫിഡവിറ്റ് കുർബാന വിഷയത്തിൽ കോടതിക്ക് ഇടപെടാം അല്ലെങ്കിൽ അതിൽ തീരുമാനം എടുക്കാമെന്നാണ് കോടതിയിൽ മാർ റാഫേൽ തട്ടിലിന്റെ അഫിഡവിറ്റ്. എന്നാൽ ഇതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് 2021 ഓഗസ്റ്റിൽ ഞാൻ റിജു കാഞ്ഞുകാരൻ ഒരു കേസ് മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മേജർ മാർ ജോർജ് ആലഞ്ചേരി കൊടുത്ത അഫിഡവിറ്റ്
കുർബാന പ്രശ്നം ഉൾപ്പെടെയുള്ള ആരാധനക്രമ പ്രശ്നങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ്. അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഈ രണ്ട് വൈരുദ്ധ്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെയും നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്ന കുർബാന തക്സ തന്നെയാണ് ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ തക്സി. ആ തക്സയിൽ മാർപ്പാപ്പ അംഗീകരിച്ച് തിരിച്ചു വന്നതിന് ശേഷം പൊതുനിർദ്ദേശങ്ങളെ കൂട്ടിച്ചേർത്ത 7ാമത്തെ പൊതുനിർദ്ദേശമാണ് വൈദികന്റെ ശരീരഭാഷയെ കുറിക്കുന്ന റൂബ്രിക്സിനെ കുറിച്ച് പറയുന്നത്. ഇന്ന ഭാഗത്ത് തിരിഞ്ഞു നിൽക്കണം, ഇന്ന ഭാഗം മുതൽ തിരിഞ്ഞു നിൽക്കണം, ഇന്ന ഭാഗം ബേമയ്ക്ക് മുകളിൽ നിന്ന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഭാഗം അതാണ്. അത് മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റ് ഇവിടെ തിരിച്ചു വന്നതിന് ശേഷമുള്ളതാണ്. ആ ടെക്സ്റ്റിൽ നിയമവിരുദ്ധമായി ഇവർ കൂട്ടിച്ചേർത്ത ഈ ഭാഗത്തെയാണ് എറണാകുളം അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തുള്ള അല്ലെങ്കിൽ സിനഡ് കുർബാന എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇൻവാലിഡ് ആണെന്നും മാർപ്പാപ്പ അംഗീകരിച്ചു വന്ന ടെക്സ്റ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിൽ പുതിയ ഒരു അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം, കോടതിക്ക് ഇടപെടാമെന്ന് പറഞ്ഞാൽ റാഫേൽ തട്ടിൽ തന്നെ പറയുന്നു എറണാകുളം അതിരൂപതയിൽ ജൂലൈ 3 ശേഷം നടക്കുന്ന എല്ലാ കുർബാനകളും ജനാബ് കുർബാനകളും ഇൻവാലിഡ് ആണ്, നിങ്ങൾ അതിനാൽ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എറണാകുളം അതിരൂപതയുടെ കുർബാന പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞാൽ ഈ 48 കേസുകളും നിൽക്കുകയാണ്. അപ്പൊ ആ 48 കേസുകളും തീരുന്നതിന് മുമ്പ് എങ്ങനെയാണ് അത് മുഴുവൻ ഇൻവാലിഡ് ആണെന്ന് റാഫേൽ തട്ടിന് പറയാൻ സാധിക്കുക? ഞങ്ങൾ അതും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കോടതി വ്യവഹാരങ്ങളുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നം വളരെ രമ്യമായി ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് ഈ സിനഡ് മെത്രാൻമാർ തുറന്ന മനസ്സോടെ എറണാകുളം അതിരൂപതയുടെ പ്രശ്നം ചർച്ച ചെയ്താൽ, ഇവർ പലവട്ടം എറണാകുളം രൂപതയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിലും വത്തിക്കാനിലും അവിടെ ഒക്കെ പോയി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചകളിലൊന്നും എറണാകുളം അതിരൂപതയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരാൾ പങ്കെടുക്കുന്നില്ല. 2 അയലോക്കക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ 2 അയലോക്കക്കാരുടെ കൂട്ടത്തിൽ മധ്യസ്ഥനായിരുന്നാണ് ചർച്ച നടത്തുന്നത്. ഇത് എറണാകുളം അതിരൂപതയുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്നേ വരെ ഇവർ സിനഡ് കൂടി ഒരു പരിപാടി നടത്തുമ്പോഴും ഒരു ചർച്ച നടത്തുമ്പോഴും എറണാകുളം അതിരൂപതയെ ഒരു റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു വൈദികനോ അൽമായനോ അതിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളൊക്കെ വെറും ഗൂഢാലോചനയുടെ ഭാഗമായി ചർച്ച നടത്തുന്നു എന്ന് വരുത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഞങ്ങൾ വിമതരെന്ന് പറഞ്ഞാലും എന്ത് വിമതരാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ പുരോഹിത മേധാവിത്വത്തിനെതിരെ, സഭയുടെ മെത്രാന്മാരുടെ ഞങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നാളെ സത്യം വിജയിക്കും, നീതി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ അൽമായ മുന്നേറ്റത്തിന്റെ വിശ്വാസികളുടെയും അൽമായ മുന്നേറ്റത്തിന്റെയും സ്വപ്നം. ഇപ്പോൾ പുതിയൊരു ന്യൂസ് കേൾക്കുന്നു. അതായത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ പുതിയൊരു ദേവാലയം പണിയുകയും എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ആ പുതിയ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ സെന്റ് മേരീസ് ബസിലിക്ക സാധാരണ ഒരു ദേവാലയമായിട്ട് മാറും. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതില് ഈ സംഭവത്തെ കുറിച്ച്, അതായത് 2023 സിനഡൽ ന്യൂസ്, 2023 നടന്നിട്ടുള്ള സിനഡുകളുടെ ന്യൂസ്, അതിന്റെ മിനിറ്റ്സ് സഹിതം സിനഡൽ ന്യൂസ് പുറത്തു വന്നത് ഫെബ്രുവരി അവസാനമാണ്. ഫെബ്രുവരി അവസാനം സിനഡൽ ന്യൂസ് പുറത്തു വന്നപ്പോഴാണ് ഞങ്ങളുടെ വൈദികരും ഞങ്ങളും സത്യം പറഞ്ഞാൽ ഇവരുടെ വിഷയം കുർബാനയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. കാരണം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, സീറോ മലബാർ സഭയുടെ പേര് എറണാകുളം അങ്കമാലി ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നുള്ളത് മാറ്റണമെന്നും അത് സീറോ മലബാർ സഭ എന്നാക്കണമെന്നും സിനഡ് ആലോചിക്കുന്നു. എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ കത്തീഡ്രൽ ബസിലിക്ക സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് സെന്റ് തോമസ് മൗണ്ടിൽ മറ്റൊരു പള്ളി പണിയുകയും അവിടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനം അവിടെ സ്ഥാപിക്കുകയും ചെയ്യാൻ സിനഡ് ആലോചിച്ചു. അതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപത വളരെ വിശാലമായ ഏരിയ ആയതുകൊണ്ട് അത് 2ഓ 3ഓ ആയി ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും സിനഡ് ചർച്ച ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നത് സിനഡൽ ന്യൂസ് പുറത്തു വന്നതിന് ശേഷമാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇവരുടെ ലക്ഷ്യം കുർബാനയല്ല, എറണാകുളം അതിരൂപതയെ തകർക്കുക, അതിന്റെ മേധാവിത്വം തകർക്കുക,
അതിന്റെ പ്രാധാന്യം തകർക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ രൂപത എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളി, ആസ്ഥാന ദേവാലയം, ഒരു പുരാതനമായ പള്ളി, കൊടുങ്ങല്ലൂരോ പറവൂരോ ഏതെങ്കിലും ഒരു പള്ളി ആസ്ഥാന ദേവാലയമായി പ്രഖ്യാപിക്കുകയും കാക്കനാട് ബേസ് ചെയ്ത് സെന്റ് തോമസ് മൗണ്ട് ബേസ് ചെയ്ത് 5 or 6 പള്ളി അടങ്ങുന്ന ഒരു രൂപത ഫോം ചെയ്യുകയും ചെയ്യാനാണ് ഇവർ ആലോചിച്ചത്. ഈ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ പള്ളിയോ പള്ളി വിശ്വാസികളെയോ മാത്രമല്ല ലക്ഷ്യമിടുന്നതെന്നും കാക്കനാട് ബേസ് ചെയ്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്തി, കോളേജ്, ഹോസ്പിറ്റൽ, മറ്റേ സെമിനാരി, മറ്റ് സ്ഥലങ്ങൾ, ഇതെല്ലാം അവിടെ നിലനിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യം ഉണ്ട് എന്നുകൂടി നമ്മൾ അതോടുകൂടിയാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം, വൈദികരോട് ഒരുമിച്ച് കൂടി ഞങ്ങൾ തീരുമാനിച്ചത്, നിങ്ങൾക്ക് ആസ്ഥാനം മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ എറണാകുളം അതിരൂപതയുടെ 1 ഇഞ്ച് ഭൂമി വിട്ടു തന്നുകൊണ്ട്, അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയുടെ ഒരു പള്ളി വിട്ടു തന്നുകൊണ്ട് നിങ്ങൾക്ക് ആസ്ഥാനം മാറ്റാൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് നമ്മൾ കൃത്യമായി തന്നെ പറയുകയാണ്. എറണാകുളം അതിരൂപതയുടെ ആസ്ഥാനം ബസിലിക്കയായി തുടരും, പക്ഷെ ചെറോ മലബാർ സഭയുടെ ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇവരുടെ കണ്ടായ ഭൂരിപക്ഷ മെത്രാന്മാരുടെ നീക്കം ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നടക്കുമെങ്കിലും അത് എറണാകുളം അതിരൂപതയെ വെട്ടിമുറിച്ചുകൊണ്ടോ എറണാകുളം രൂപതയുടെ 1 ഇഞ്ച് ഭൂമി എടുത്തുകൊണ്ടോ അത് നടക്കാനോ അത് നടത്തിക്കാനോ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ അതിന് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇത്രയും നേരം മരിയ വിഷനോട് ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഈ കുർബാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ സംസാരിച്ച ശ്രീ റിജു കാഞ്ഞുകാരന് മരിയ വിഷൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.